ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ചൂതാട്ടം ഇപ്പോൾ കേരള ലോട്ടറിയുടെ മറവിലും. ഇടക്കാലത്ത് പോലീസ് ഇടപെടൽ മൂലം ഉൾവലിഞ്ഞ ലോട്ടറി ചൂതാട്ടമാണ് വീണ്ടും തലപൊക്കി തുടങ്ങിയിരിക്കുന്നത്. വടകരയിൽ ഇതു സംബന്ധിച്ച് 5 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ. കടൽ തീരം കടലിന്റെ മക്കൾക്ക് വേണമെന്നും ആവശ്യം. ഓൺലൈൻ ചൂതാട്ടത്തിനെതിരെ പോലീസ് നടപടികൾ ശക്തമാക്കി. വടകരയിൽ നിന്ന് പിടിയിലായത് 5 പേർ. മതസൗഹാർദ്ദ ബോധന സമിതിയുടെ നേതൃത്വത്തിൽ കേരള സന്ദേശയാത്രയ്ക്ക് ആരംഭം കുറിച്ചു. വാർത്തകൾ വിശദമായി. മതസൗഹാർദ്ദ ബോധന സമിതിയുടെ നേതൃത്വത്തിൽ കേരള സന്ദേശയാത്ര ആരംഭ ഉദ്ഘാടനം നടന്നു. കിഡ്സൺ കോർണറിൽ വെച്ച് നടന്ന പരിപാടി പ്രദീപം പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ AV പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദ ബോധന സമിതിയുടെ നേതൃത്വത്തിൽ കേരള സന്ദേശയാത്ര ആരംഭ ഉദ്ഘാടനം കിഡ്സൺ കോർണറിൽ നടന്നു. പ്രദീപം പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ AV പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഈ യാത്ര പ്രത്യേകിച്ച് ഈ ഫാദറൊക്കെ ഇത്രയും പ്രായമായിട്ടും ഇത്രയും താല്പര്യം എടുത്തിട്ട് ഇവിടുന്ന് നാദാപുരം വരെയൊക്കെ ഇങ്ങനെ പോകാന്നൊക്കെ പറയുമ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. ഈ യാത്രക്ക് എല്ലാവിധ മംഗളങ്ങളും നാട്ടുകാരുടെ ഈ എണ്ണത്തിൽ കുറച്ചാളാണെങ്കിലും ഇവിടെ വന്നെത്തിയവര് തൽപരരാണ്. എല്ലാവരുടെയും സഹകരണം പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായും ഞാൻ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി അധ്യക്ഷം വഹിച്ചു. ഫാദർ വലിയമംഗലം, സ്വാതന്ത്ര്യ സമര സേനാനി P. വാസു എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദേശയാത്ര നടന്നത്. റിട്ടയർഡ് ജില്ലാ ജഡ്ജി PM ശാന്തകുമാരി, സണ്ണി ജോസഫ്, TPR നാഥ്, MA ചാക്കോച്ചൻ തുടങ്ങിയവരും പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് ഷാജി കല്ലായുടെ ഡ്രംസ് വായനയും നടന്നു. രാജ്യത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് തീർത്തും പ്രതികൂലമായി ബാധിക്കുകയും നിലനിൽപ്പിനു തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന വിധം അപകടകരമായ നിയമനിർമ്മാണമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU. മത്സ്യമേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 21-ന് സെമിനാർ സംഘടിപ്പിക്കുമെന്നും STU ഭാരവാഹികൾ അറിയിച്ചു. വിദേശ കപ്പലുകൾ ഇന്ത്യയിലെ കടലുകളിൽ 1178 കപ്പലുകൾക്ക് മത്സ്യബന്ധനം നടത്താനുള്ള മത്സ്യസമ്പത്ത് കടലുണ്ടെന്നും ഇപ്പോൾ നിലവിലുള്ള കപ്പലുകൾക്ക് പുറമെ 270 കപ്പലുകൾക്ക് കൂടി ലൈസൻസ് കൊടുക്കാവുന്നതാണ് എന്നാണ് മീനാകുമാരി കമ്മീഷനിൽ കേന്ദ്ര ഗവൺമെന്റ് ശുപാർശ ചെയ്തിട്ടുള്ളത്. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളുക, തീരപരിപാലന നിയമ പരിധിയിൽ നിന്നും തീരദേശവാസികളെ ഒഴിവാക്കുക, ജൂൺ ജൂലൈ മാസങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ യന്ത്രവൽകൃത യാനങ്ങളുടെ മത്സ്യബന്ധനം നിരോധിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, മത്സ്യബന്ധനത്തിനാവശ്യമായ മണ്ണെണ്ണ സബ്സിഡിയായി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STUവിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 21-ന് കോഴിക്കോട് CH ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാർ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
മുൻ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ ചെയർമാനുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി വിഷയാവതരണം നടത്തും. കേരള ലോട്ടറിയുടെ മറവിൽ ഒറ്റ നമ്പർ ലോട്ടറി തട്ടിപ്പ് നടത്തിയ 5 പേർ പിടിയിൽ. ആവശ്യക്കാർക്ക് അവരുടെ ഇഷ്ട നമ്പർ തുണ്ടുകടലാസിൽ എഴുതി നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. വടകര SI എ പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടിച്ചത്. ഓൺലൈൻ വഴി ലോട്ടറി ചൂതാട്ടം നടത്തിയ 5 പേരെ 1,16,545 രൂപ സഹിതം പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുപ്പണം സബിത് രാജ്, പുത്തൂർ രാധാകൃഷ്ണൻ, ചോമ്പല ഹാർബർ ഷിഹാബ്, പുത്തൂർ EM സുരേന്ദ്രൻ, മാക്കൂൽ പീടിക സത്യൻ എന്നിവരെയാണ് പിടികൂടിയത്. പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ധനലക്ഷ്മി ലോട്ടറി കേന്ദ്രീകരിച്ചാണ് ചൂതാട്ടം നടത്തിയത്. ചൂതാട്ടം നടത്താൻ ഉപയോഗിച്ച കമ്പ്യൂട്ടർ, 6 മൊബൈൽ ഫോണുകൾ, കളിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടുകൾ, കടലാസുകൾ എന്നിവ കണ്ടെടുത്തു. കേരള ലോട്ടറിയുടെ 1ാം സമ്മാനം നേടിയ നമ്പറിന്റെ അവസാനത്തെ 3 അക്കം ഉപയോഗിച്ചാണ് ചൂതാട്ടം. 10 രൂപയാണ് ഒരു നമ്പറിന് ഈടാക്കുന്നത്. സമ്മാനമായി 5000 രൂപ വരെ നൽകുന്നതാണ് രീതി. പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് കുറച്ചുകാലമായി നിർത്തിയ ചൂതാട്ടം വീണ്ടും സജീവമായതായി പരാതിയുണ്ടായിരുന്നു. SI എ പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൊയിലാണ്ടി കൂളൂർ ക്ഷേത്രത്തിൽ ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് കൊയിലാണ്ടി നഗരസഭാ കൌൺസിലർ കെ ഗംഗാധരന്റെ വീട് ആക്രമിക്കപ്പെട്ടു. ഇതേ പ്രശ്നത്തെ തുടർന്ന് പാഞ്ഞാട്ടുതാഴം വനജയുടെ വീടിനു നേരെയും ആക്രമണം നടന്നു. കൂളൂർ ക്ഷേത്രത്തിൽ 2 പാർട്ടികൾ തമ്മിൽ വാക്കേറ്റത്തിൽ ഉണ്ടായ തർക്കം കൂടുതൽ സംഘട്ടനത്തിൽ കലാശിച്ചു. സംഘട്ടനത്തിൽ കൊയിലാണ്ടി നഗരസഭാ കൌൺസിലർ കെ ഗംഗാധരന്റെ വീട് ആക്രമിക്കപ്പെട്ടു. ആക്രമണത്തിൽ ഇരുചക്രവാഹനങ്ങളും കാറും തകർന്നു. വീടിന്റെ ജനവാതിലുകളും തകർന്നിട്ടുണ്ട്. ഇദ്ദേഹം CPM പ്രവർത്തകനാണ്. ഇതേ പ്രശ്നത്തെ തുടർന്ന് പഞ്ഞാട്ടുതാഴം വനജയുടെ വീടിന് നേരെയും ആക്രമണം നടന്നു. ആക്രമണത്തിൽ ജനവാതിലുകളും ഇരുചക്രവാഹനങ്ങളും തകർന്നു. ഇവരുടെ മകൻ BJP പ്രവർത്തകനാണ്. കൊയിലാണ്ടി തഹസിൽദാർ സജി ദാമോദർ എന്നിവർ സംഭവ സ്ഥലത്തെത്തി സന്ദർശിച്ചു. കൊയിലാണ്ടി പോലീസും ക്രൈംബ്രാഞ്ചും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി അന്വേഷണം ആരംഭിച്ചു. ബാലസാഹിത്യത്തെ പരിപോഷിപ്പിക്കുന്നതിന് മലയാളം സർവകലാശാല പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ. ഭീമ ബാലസാഹിത്യ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ചടങ്ങ് കാവാലം നാരായണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഭീമ ബാലസാഹിത്യ അവാർഡുകൾ വിതരണം ചെയ്തു. അവാർഡുദാന സമ്മേളനം നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഭാഷയിൽ പുറപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ കുട്ടികൾക്ക് വേണ്ടി വലിയവർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എത്രയുണ്ടെന്ന് തേടിപ്പിടിച്ച് ആ പരിഗണനയ്ക്ക് എടുക്കേണ്ടത് ഭാഷയുടെ പുരോഗതിക്ക് ആവശ്യമാണ്. അടുത്ത വർഷം മുതൽ അത് ചെയ്യണമെന്ന് വലിയൊരു അതിന് നമ്മളെയൊക്കെ നോക്കുകയാണ്. അത് സാരമില്ല, അതിന് കാരണമൊന്നുമില്ല. ഡോക്ടർ കെ ശ്രീകുമാർ ഭീമ ബട്ടർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചൈതന്യ ട്രസ്റ്റ് പ്രസിഡന്റ് B ഗിരിരാജൻ ആമുഖ ഭാഷണം നടത്തി. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ പുരസ്കാര സമർപ്പണം നടത്തി. 25ാമത് ഭീമ ബാലസാഹിത്യ അവാർഡ് കണ്ണൂരിലെ അംബുജം കടമ്പൂർ, ഏറ്റവും നല്ല ബാലസാഹിത്യ കവർ ചിത്രത്തിനുള്ള വനജ ഭീമ ബട്ടർ സ്മാരക പുരസ്കാരം കണ്ണൂർ ദേശാഭിമാനിയിലെ ചീഫ് ആർട്ടിസ്റ്റ് A ബാലകൃഷ്ണൻ, കുട്ടികളുടെ വിഭാഗത്തിൽ ഫാസില സലീം, A അനഘ എന്നിവർ ഏറ്റുവാങ്ങി. അവാർഡ് നേടിയ കൃതികൾ അഞ്ജന നായർക്കുഴി, അനന്യ, മധു മടപ്പള്ളി എന്നിവർ പരിചയപ്പെടുത്തി. ഡോക്ടർ MM ബഷീർ, മലയത്ത് അപ്പുണ്ണി, KT ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി രവി പാലത്തുങ്കൽ സ്വാഗതവും സെക്രട്ടറി P വെങ്കിട്ടരാമൻ നന്ദിയും പറഞ്ഞു. ഭീമ രജത ജൂബിലി വർഷം പ്രമാണിച്ച് നടന്ന ഭീമ അവാർഡ് ജേതാക്കളുടെ പ്രതിഭാ സംഗമം എഴുത്തുകാരൻ KL മോഹനവർമ്മ ഉദ്ഘാടനം ചെയ്തു. വാർത്തയിൽ ഒരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. തൊഴിലാളികളുടെ അവകാശം ആഗോളതലത്തിൽ നിരോധിക്കണമെന്ന് കുത്തക വ്യവസായികൾ. ILOയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനെതിരെ INTUC ആഗോള തൊഴിലാളി പ്രതിഷേധം നടത്തി. ജില്ലാ പ്രസിഡന്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘടിക്കുവാനും സമരം ചെയ്യുവാനുമുള്ള തൊഴിലാളികളുടെ അവകാശം ആഗോളതലത്തിൽ നിരോധിക്കണമെന്ന് കുത്തക വ്യവസായികൾ ILOയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനെതിരെ
INTUC നടത്തിയ ആഗോള തൊഴിലാളി പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M. ബീരാൻ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി NP പത്മനാഭൻ, K. രാജീവ്, K. അനന്തൻ നായർ, PMA നാസർ, MK അനന്തരാമൻ, K. ഷാജി, MT സേതുമാധവൻ, ഇന്ദിര വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ILO കൺവെൻഷൻ 87 എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് അസോസിയേഷൻ, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം. അതേപോലെ ILO കൺവെൻഷൻ 97 എന്ന് പറഞ്ഞാൽ കൂട്ടായ വിലപേശൽ. ഇത് രണ്ടും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. ഇന്നും ഈ അടിസ്ഥാനപരമായ ഈ രണ്ട് ആവശ്യങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് ബാധകമാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നും. എല്ലാവരും വിചാരിക്കും സർക്കാർ ജീവനക്കാർ സംഘടിക്കുന്നുണ്ടല്ലോ, കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കോ സംഘടിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം നൽകപ്പെട്ടിട്ടില്ല എന്ന സത്യം അവശേഷിക്കുകയാണ്. മോദി മൌനം വെടിയുക എന്ന മുദ്രാവാക്യവുമായി റവല്യൂഷണറി യൂത്ത് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. RYF സംസ്ഥാന കമ്മിറ്റി അംഗം കുറ്റിച്ചൽ അജി ഉദ്ഘാടനം ചെയ്തു. മോദി മൌനം വെടിയുക എന്ന മുദ്രാവാക്യമുയർത്തി വർഗീയതയ്ക്കെതിരെ RYF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഡ്സൺ കോർണറിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. RYF സംസ്ഥാന കമ്മിറ്റി അംഗം കുറ്റിച്ചൽ അജി ഉദ്ഘാടനം ചെയ്തു. RSP ജില്ലാ സെക്രട്ടറി KP രാജൻ, RYF സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് എബ്രഹാം, MK സജി, വിൽസൺ ജോൺ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. എന്തെങ്കിലും ചെറിയൊരു വർഗീയതയുടെ പേരിൽ ഒരു തീ ആളിപ്പടർന്നാൽ അത് അണയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ആളിക്കത്തുന്ന ഒരു സമീപനം നമ്മുടെ ഉത്തരേന്ത്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുകയാണ്. ആ തരത്തിൽപ്പെട്ട സന്ദർഭങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും അതിന് പിന്തുണ ലഭിക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ തികച്ചും നമ്മളത് ആശങ്കയോടുകൂടി മാത്രമേ അതിനെ കാണാൻ നമുക്ക് സാധിക്കൂ. കൊയിലാണ്ടി ദേശീയപാതയുടെ സമീപത്ത് പ്രവർത്തിക്കുന്ന ബിരിയാണി ഹൌസ് ഹോട്ടലിനു നേരെ ആക്രമണം. മുഖംമൂടി ധരിച്ചെത്തിയ 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. കൊയിലാണ്ടിയിൽ ഹോട്ടലിനു നേരെ മുഖംമൂടി സംഘം നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടമുണ്ടായി. ദേശീയപാതയുടെ സമീപത്ത് പ്രവർത്തിക്കുന്ന ബിരിയാണി ഹൌസ് എന്ന ഹോട്ടലിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ബൈക്കിൽ മുഖംമൂടി ധരിച്ചെത്തിയ 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ഹോട്ടലിന്റെ മുൻഭാഗത്തെ വില കൂടിയ ഗ്ലാസുകൾ തകർന്നു. ഫർണിച്ചറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അക്രമികളുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഞങ്ങള് കൊയിലാണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഹോട്ടലാണ്. ബിരിയാണി ഹൌസ് എന്നാണ് അതിന്റെ പേര്. ഞങ്ങളെ സ്ഥാപനം വളരെ നല്ല രീതിയിൽ 1 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഹോട്ടൽ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരാണെന്നറിയില്ല. ഞങ്ങളെ ബിസിനസിന്റെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രണമാണെന്നാണ് തോന്നുന്നത്. ഞങ്ങളെ ഗ്ലാസും മറ്റ് നാശനഷ്ടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ CCTV ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിന്റെ അന്വേഷണം പോലീസ് SA മുമ്പാകെ ബോധിപ്പിച്ചിട്ട് അതിന്റെ അന്വേഷണം നടന്നു വരികയാണ്. ഫറൂഖ് കുണ്ടായിത്തോട് മേഖലയിൽ പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SNDP പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. പൊതുശ്മശാനം ഇല്ലാത്തതുമൂലം പ്രദേശവാസികൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയാണ്. ഫറൂഖിലെ പൊതുശ്മശാനത്തിന്റെ കാര്യത്തിൽ അനാസ്ഥ കാണിക്കുന്ന ഫറൂഖ് പഞ്ചായത്തിനെതിരെ SNDP പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ശ്മശാനങ്ങളും ശവപ്പറമ്പുകളും സ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് പഞ്ചായത്തിന്റെ ചുമതലയാണ്. ഇന്ന് പരിമിതമായ സ്ഥലത്ത് അണുകുടുംബമായാണ് ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത്. പതിറ്റാണ്ടുകളായി മരണാനന്തര ചടങ്ങുകൾക്ക് രാമനാട്ടുകര, ഫറൂഖ്, കടലുണ്ടി പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഗോദീശ്വരം, മാനാരി ശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഈയിടെയായി കോർപ്പറേഷൻ പരിധിക്ക് പുറത്തുള്ളവരെ ദഹിപ്പിക്കില്ല എന്ന തീരുമാനം ഫറൂഖ്, രാമനാട്ടുകര, കടലുണ്ടി പ്രദേശത്തുകാരെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ശ്മശാന കമ്മിറ്റിയുടെ തീരുമാനത്തെ SNDP യോഗം ശക്തിയുക്തം എതിർക്കുകയും ഇത് ചോദ്യം ചെയ്തുകൊണ്ട് നീതിപീഠത്തെ സമീപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഫറൂഖ് ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനത്തിന്റെ ആവശ്യം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ഫറൂഖ് പഞ്ചായത്തിൽ നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ശ്മശാനം പരിസ്ഥിതി മലിനീകരണമില്ലാതെ ഹൈടെക് ശ്മശാനം കൊണ്ടുവരണമെന്നതിനുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകുകയും ചെയ്തത് ജനപ്രതിനിധികളും അധികാരികളും പൊതുശ്മശാനത്തിന്റെ കാര്യത്തിൽ ഉടൻ നടപടികൾ ഉണ്ടാകുമെന്ന് പറയുകയല്ലാതെ അധികൃതർ യാതൊരു നടപടികളും സ്വീകരിച്ചു കാണുന്നില്ലെന്നും ഫറൂഖിലെ പൊതുശ്മശാനത്തിന്റെ കാര്യത്തിൽ അനാസ്ഥ കാണിക്കുന്ന ഫറൂഖ് പഞ്ചായത്തിനെതിരെ ഫെബ്രുവരി 25-ന് ഫറൂഖ് ടൗൺ പരിസരത്ത് SNDP പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും SNDP ഫറൂഖ് മേഖലാ കമ്മിറ്റി ചെയർമാൻ ഷാജു ചമ്മിനി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൺവീനർ TK ബാബു, T ഷൺമുഖൻ, P പീതാംബരൻ, K രാധാകൃഷ്ണൻ, സുന്ദരൻ ആലമ്പറ്റ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ 2ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ഹോട്ടൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഏപ്രിൽ 22 ടൗൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. ഏപ്രിൽ 22 ടൗൺ ഹാളിൽ നടക്കുന്ന ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ 2ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ഹോട്ടൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. പരസ്യകലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഓക്ക്. 2013 ജൂലൈ മാസം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. ചടങ്ങിൽ ഓക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ചു. സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ വൈസ് ചെയർമാൻ ടി.പി. പുരുഷോത്തമൻ, കൺവീനറെ തീരുമാനിച്ചിട്ടില്ല. അംഗങ്ങളായിട്ട് സുരേഷ് ബാബു, സന്തോഷ്, ശ്രീകുമാർ, ഇത്രയും ആളുകളാണ് നമ്മളിപ്പോൾ ആലോചിച്ച് വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ തുടർന്ന് എത്തിയിട്ടുള്ള അംഗങ്ങളെ ഓരോ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തും. ആ ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവും. കെ.ടി. ദിനേശ് ബാബു, ചെറിയാൻ തോട്ടുങ്ങൽ, സൈമൺ ഡി റുസാരിയോ, കബീർ ദാസ്, നവീന്ദ്രൻ, സലി പോപ്പുലാരിറ്റി തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തയിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നാട്ടുപച്ച ശാസ്ത്ര കലാജാഥയുടെ ജില്ലയിലെ പര്യടനം സമാപിച്ചു. 8 കൊയിലാണ്ടിയിൽ ആരംഭിച്ച ജാഥ ജില്ലയിലെ 40 കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിച്ചു. കേരള യുക്തിവാദി സംഘം സംസ്ഥാന സെക്രട്ടറി യു കലാനാഥൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിന്മകൾ ഏറുന്ന കാലത്ത് നമ്മുടെ മൗനം പോലും മഹാപാതകമാണെന്ന് ഓർമ്മപ്പെടുത്തി നാട്ടുപച്ച. വഴിവിളക്കുകളൊക്കെ കെട്ടുപോകുന്ന കാലത്ത് മിന്നാമിനിങ്ങിലും സൂര്യവട്ടമായിടുമെന്ന് ഓർമ്മപ്പെടുത്തലുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്ര കലാജാഥയുടെ ജില്ലയുടെ പര്യടനം സമാപിച്ചു. പരിഷത്ത് ഈ വർഷം ഏറ്റെടുത്തിട്ടുള്ള ശാസ്ത്രാവബോധ ക്യാമ്പയിന്റെ ഭാഗമായി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണമാണ് കലാജാഥയുടെ പ്രമേയം. തിരിഞ്ഞു നടക്കുന്ന കാലടികളെ നന്മയുടെ വഴികളിലേക്ക് നയിക്കുകയാണ് നാട്ടുപച്ച. ആധുനിക കേരളം രൂപപ്പെട്ട ചരിത്രം വിസ്മരിച്ച് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിറകെ പായുന്ന വർത്തമാനകാല സമൂഹത്തിൽ അരുതായ്മകളോട് എതിരറിയിക്കാൻ നമ്മുടെ ഒറ്റവിരൽ തല മതിയാകുമെന്നും ഓർമ്മപ്പെടുത്തിയാണ് നാടകം അവസാനിപ്പിക്കുന്നത്. 8 കൊയിലാണ്ടിയിൽ പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി KN ആണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. ജില്ലയിലെ 40 കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷം ബേപ്പൂരിലെ മാറാട് കയ്യെടുത്തോടാണ് സമാപിച്ചത്. സുരേഷ് ബാബു സ്ത്രീസ്ത രചന നിർവഹിച്ച നാടകം മനോജ് നാരായണനാണ് സംവിധാനം ചെയ്തത്. MM സജീന്ദ്രനും കുരീപ്പുഴ ശ്രീകുമാറുമാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. TP ദാമോദരൻ മാനേജരും മോഹൻദാസ് കരംചന്ദ് ക്യാപ്റ്റനും S സംഗീത വൈസ് ക്യാപ്റ്റനുമായ ജാഥയിൽ MS മണി കാക്കൂർ, സുധാകരൻ ചൂലൂർ, ബാലകൃഷ്ണൻ നടുവണ്ണൂർ, ഉണ്ണി പൊയിൽക്കാവ്, രവി കാപ്പാട്, നമിത പയ്യാനക്കൽ, അമൃത കുന്നത്തുപാലം, ജയകാന്തി ചേവായൂർ, ലിനീഷ് നരയംകുളം, സുധീഷ് കൃഷ്ണ തൊട്ടിൽപാലം എന്നിവരാണ് അഭിനേതാക്കൾ. സമാപന യോഗത്തിൽ കൌൺസിലറും സ്വാഗത സംഘം ചെയർമാനുമായ P. ദേവരാജൻ അധ്യക്ഷം വഹിച്ചു. ഹരികുമാരൻ തമ്പി മുഖ്യപ്രഭാഷണം നടത്തി. യു കലാനാഥൻ മാസ്റ്റർ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് ജനറൽ സെക്രട്ടറി ശ്രീനിവാസൻ, കൺവീനർ N. അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. 14 ജില്ലകളിലായി 400 കേന്ദ്രങ്ങളിലാണ് ശാസ്ത്രകലാജാഥയ്ക്ക് സ്വീകരണമൊരുക്കുന്നത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ പാദരക്ഷാ നിർമ്മാതാക്കളായ മെന്റർ ഫുഡ് കെയർ ആൻഡ് ലെതർ കമ്പനി ഏറ്റവും പുതിയതും വൈവിധ്യമാർന്നതുമായ നിരവധി മോഡൽ പാദരക്ഷകൾ പുറത്തിറക്കുകയാണ്. താജ് റെസിഡൻസിൽ ഫെബ്രുവരി 21 ഇതിന്റെ ഭാഗമായി ഡീലേഴ്സ് മീറ്റ് നടത്തുമെന്ന് കമ്പനി സാരഥികൾ അറിയിച്ചു. കാലിക്കറ്റാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PU ചപ്പൽ നിർമ്മിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിട്ടും നിങ്ങളെ സംബന്ധിച്ചിട്ടും ഒരു അഭിമാനമുള്ള കാര്യമാണ്. കാരണം കേരളത്തെ ബേസ് ചെയ്തിട്ട് കാലിക്കറ്റ് തന്നെയാണ് അതിന്റെ ശരിക്കുള്ളൊരു കേന്ദ്രം. അപ്പൊ ഇത്രയും ബൾക്കായിട്ട് ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒരുപാട് ഉണ്ടാകുന്നു. അതോടനുബന്ധിച്ച് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നതുമായ മേഖലയാണ് ഫുട്വെയർ മേഖല. മെന്റർ ഫുഡ് കെയർ ആൻഡ് ലെതർ കമ്പനി ഡീലേഴ്സ് മീറ്റ് ഫെബ്രുവരി 21 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കോഴിക്കോട് താജ് റെസിഡൻസിയിൽ നടക്കും. കേരള ഫുട്വെയർ മാഗസിൻ ചെയർമാൻ M. മൊയ്തീന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് പെലാബോ വെബ്സൈറ്റ് ഉദ്ഘാടനം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ മുഹമ്മദ് അലിയും
മോഡൽ ലോഞ്ചിംഗ് സിഫി നാഷണൽ വൈസ് പ്രസിഡന്റ് വി നൌഷാദും നിർവഹിക്കും. പുതിയ മോഡൽ പാദരക്ഷകളുടെ ആദ്യ വിൽപ്പന ഫൂമ പ്രസിഡന്റ് CP അബൂബക്കറും ഫുഡ്വെയർ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ TP ഹസൻ ഹാജിയും ചേർന്ന് നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. അതോടനുബന്ധിച്ച് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ വളരെ ശരിയായ രീതിയിലുള്ളൊരു റെസ്പോൺസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതോടനുബന്ധിച്ച് നമ്മളിപ്പോൾ ഫസ്റ്റ് ഡീലേഴ്സ് മീറ്റ് 21 ശനിയാഴ്ച രാവിലെ താജിൽ വെച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MP രാഘവൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി മാതൃഭൂമിയും വിദ്യ VKC ഗ്രൂപ്പും സംയുക്തമായി സംഘടിപ്പിച്ച നന്മ പദ്ധതിയിലെ വിജയികളെ പ്രഖ്യാപിച്ചു. അശരണയായവർക്ക് വീടൊരുക്കിയും രോഗികൾക്ക് മരുന്നുകളും മറ്റും സഹായങ്ങളും നൽകിയും സഹായം ആവശ്യമുള്ള സഹപാഠികൾക്ക് കൈത്താങ്ങായും തെരുവ് കുഞ്ഞുങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കിയും വയോജനങ്ങൾക്ക് സ്വാതന്ത്ര്യമേകിയും സാമൂഹ്യ വിപത്തുകൾക്കെതിരെ പ്രതികരിച്ചുമാണ് വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിലൂടെ മത്സരിച്ചത്. സംസ്ഥാനതലത്തിൽ തൃശൂർ ജില്ലയിലെ ആളൂരിലെ RMHSS-നാണ് 1ാം സ്ഥാനം. മലപ്പുറം ഇളമ്പലാശ്ശേരി ALPS-ന് 2ാം സ്ഥാനവും കോഴിക്കോട് കൊടക്കല്ലൂർ GHS-ന് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കേരളീയ സമൂഹത്തിൽ സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാവുകത്വ വ്യതിയാനം പ്രമേയമാക്കി റെഡ് ഇന്ത്യൻസ് എന്ന ചലച്ചിത്രം ഒരുങ്ങുന്നു. നൃത്തം, സംഗീതം തുടങ്ങിയ മലയാളത്തിന്റെയും ഭാരതത്തിന്റെയും മഹിത കലാപാരമ്പര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സിനിമയിൽ ചർച്ച ചെയ്യും. ചലച്ചിത്രത്തിന്റെ നിർമ്മാണം മിറർ ഇന്ത്യ മൂവീസിന്റെ ബാനറിൽ KK ജോണാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 2015 ഏപ്രിൽ ആദ്യവാരം ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും അണിയറ ശില്പികൾ പറഞ്ഞു. ഉപജീവനത്തിനു വേണ്ടി ടിപ്പറിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന പോലീസ്, RTO, റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലോറി, ടിപ്പർ, എർത്ത് മൂവീസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് കോൺട്രാക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ INDC പ്രതിഷേധത്തിലേക്ക്. പ്രശ്നത്തിൽ സർക്കാർ ഉടൻ ഇടപെടണമെന്നും INDC നേതാക്കൾ പറഞ്ഞു. നഗരസഭാ രംഗത്തെ ജനാധിപത്യ സർവീസ് സംഘടനയായ കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷന്റെ 38ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 21, 22 തീയതികളിൽ കോഴിക്കോട് രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടത്തും. 21 രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 22 ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം UDF കൺവീനർ PP തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ. കടൽ തീരം കടലിന്റെ മക്കൾക്ക് വേണമെന്നും ആവശ്യം. ഓൺലൈൻ ചൂതാട്ടത്തിനെതിരെ പോലീസ് നടപടികൾ ശക്തമാക്കി. വടകരയിൽ നിന്ന് പിടിയിലായത് 5 പേർ. മതസൗഹാർദ്ദ ബോധന സമിതിയുടെ നേതൃത്വത്തിൽ കേരള സന്ദേശയാത്രയ്ക്ക് ആരംഭം കുറിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.